നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ജഗ വേണ്ട. ഈ നിൽക്കുന്നത് ആരാണെന്നറിയോ? ഞങ്ങളുടെ അമ്മയുടെ ഒരേ ഒരു സഹോദരനാ, ഞങ്ങളുടെ സ്വന്തം അമ്മാവൻ. കീരിയും പമ്പും പോലെ കഴിഞ്ഞിരുന്ന കുടുംബക്കാരാ വിശുദ്ധമായ ഈ അമ്പലത്തിൽ ഒത്തുകൂടിയിരിക്കുന്നത്. അവര് മുണ്ട് പറിച്ചടിക്കുകയോ തലമണ്ട അടിച്ച് കീറിയോ എന്ത് വേണോ ആയിക്കോട്ടെ, അതിന്റെ ഇടയിൽ ഇവൻ എന്താ കാര്യം? മോള് അവന്റെ കാര്യത്തിൽ ടെൻഷൻ ആവണ്ട കേട്ടോ, അവൻ പരമശുദ്ധനാ. ഇതൊക്കെ വെറും അവന്റെ ഒരു ഷോ. എന്നെ പോലെ സോറി. ഇത് അവന്റെ ഒരു അടവാണെന്ന് എനിക്ക് തോന്നുന്നു. കണ്ടോ, അവൻ നല്ലൊരു ആക്ടർ കൂടിയാണവൻ. വന്ദനയുടെ ജീവിതം നശിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെയാ ഞാൻ വന്നത്. ഇനി ഞാൻ ഒന്നും ചെയ്യണ്ട. അത് സ്വയം നശിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും ഒത്തുവന്നിട്ടുണ്ട്. മാധവൻ നായരുടെ കുടുംബത്തെ വടച്ചാക്ഷേപിക്കുന്നു എന്ന് കേട്ടാ വന്നത്. മാധവൻ നായരുടെ കുടുംബക്കാർ അത്ര സമ്പന്നരൊന്നുമല്ല, എന്നാൽ അഭിമാനം വിറ്റ് ജീവിക്കുന്നവരുമല്ല. ആരെയും സ്വാധീനത്തിലാക്കാൻ മാധവന്റെ പെൺമക്കളെ ആരും കയറൂരി വിട്ടിട്ടുമില്ല. മാധവൻ നായർക്ക് ചോദിക്കാനും പറയാൻ ആണുങ്ങളില്ലെന്നാണെങ്കിലേ ആ ധാരണയൊന്നും വേണ്ട. അനാവശ്യം പറഞ്ഞ അതാരാണെങ്കിലും അവന്റെ നാവ് പിഴുതെടുക്കാൻ മാധവന് തണ്ടും തടിയുള്ള 2 ആൺമക്കളുണ്ട്. അപ്പൊ മാധവന്റെ ആൺമക്കള് ഗുണ്ടകളാണെന്ന് മനസ്സിലായി. എല്ലാം കൂടി നല്ല ബെസ്റ്റ് ഫാമിലി. മോനെ, കാലം കുറേയായി ഈ കൈത്തരിപ്പൊക്കെ ഒന്ന് തീർത്തിട്ട് കേട്ടോ. കോവിലകത്തെ വർമ്മമാരുടെ രക്തമൊന്നും തണുത്തുറഞ്ഞിട്ടില്ല, അതിപ്പോഴും കത്തി ജ്വലിച്ചോണ്ട് നിൽക്കുക. വേണമെങ്കിലേ നമുക്കൊന്ന് മുട്ടിക്കളയാം. എന്താടാ? മാറിക്കാം, മാറിക്കാം. അങ്ങോട്ട് മാറി നിൽക്കും. നമ്മളെ കുറ്റം പറയാനും ശാസിക്കാനും അവകാശമുള്ള ആളായി നിൽക്കുന്നത്. എന്റെ സഹോദരൻ, നിങ്ങളുടെ സ്വന്തം അമ്മാവൻ. ആദ്യമായി കാണുന്ന അമ്മാവനെ അമ്മാവെന്ന് വിളിക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. പെട്ടെന്ന് സ്നേഹിക്കാനും കഴിയില്ല. എന്നാലും അകന്നു മാറി നിന്ന് ആദരവോടെ നോക്കാനും ക്ഷമിക്കാനുള്ള ശക്തി എന്റെ മക്കൾക്ക് വേണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.